എന്താ ഷാനവാസ്, നിനക്ക് വിദ്യ പറഞ്ഞിരുന്ന അധ്യാപികയല്ലേ? അവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്? കയ്യിന്ന് വിട്. ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് താനാണോ? താൻ പറയുമ്പോ വിടാൻ ഞാനെന്താ തന്റെ വേലക്കാരനോ? താൻ ആരാടോ? നിന്നെ പോലെ മെരുങ്ങാത്ത കാളകളെ മെരുക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഇറക്കിയതാടാ. ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. എന്റെ പേര് ഋഷികേശ്, ഞാനിവിടുത്തെ ന്യൂ പ്രൊഫസറാ. എന്താ ഇനി വിശദീകരിച്ച് നിന്നെ ഞാൻ അറിയിച്ചു തരണോ ആരാന്നും കൂടി? ഐ എം സോറി സർ, എനിക്ക് ആളറിയാതെ പറ്റിയതാ. സാർ ആരാണെന്ന് അറിയാത്തോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഐ എം റിയലി സോറി. എന്നോട് നീ ഇപ്പൊ പറഞ്ഞതും ചെയ്തതും ആളെ അറിയാഞ്ഞിട്ടാ. പക്ഷെ ദാർശനോട് നീ എന്താടാ ചെയ്തത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അവളുടെ കൈ കയറി പിടിക്കാൻ? ഋഷി, ഒന്നും ചെയ്യണ്ട പ്ലീസ്. അയ്യോ ദർശന, ദർശന, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവനിത് അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിക്ക്. അത് പ്രായക്കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും. ഇപ്പൊ നീ ചെല്ലേ, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല പ്രിൻസിപ്പളിനോട്. ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു. സോറി മാഡം. ദർശു, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? റിലാക്സ് ഋഷി, ഐ ആം ഓക്കെ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. വന്നേ, ഇന്ന് വീട്ടിൽ ഞാൻ കൊണ്ടുവന്നാക്കാം നിന്നെ. എടി ജീവ, നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നിന്റെ കൂട്ടുകാരുടെ പെണ്ണിനെയാണ് അവൻ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നേ. അത് ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നിനക്കില്ലടാ. നീ എന്താ ആലോചിച്ച് ഇത്ര അധികാരത്തോടെ പെരുമാറാൻ? അവനാരാ? അവളെ വീട്ടിൽ കൊടുന്നൊക്കെ ഞാനല്ലേ? എടി ജീവ, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. നീ എന്ത് നോക്കത്തി പോലെ നിൽക്ക്. ഒന്നും മിണ്ടാതിരുന്നേ. എനിക്കറിയാം ആ ഷാനവാസൻ എന്ന് ശരിക്കും കാണാനോട്ട്. ജീവ, നീ ഇത് എങ്ങോട്ട് പോകുന്നേ? ജീവ, എടാ എന്താണ് പ്രശ്നം? അല്ല, എല്ലാവരും എവിടെ പോയി? ജീവണ്ട് വന്നില്ലേ? ഇത്ര നേരം ഇവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോതേ ഉള്ളൂ. ഷാനവാസിനെ കാണുന്നെന്ന് പറഞ്ഞ് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, വീണ്ടും തല്ല് മേടിച്ചേരുടെ ഉദ്ദേശം. ഷാനവാസേ, മോനൊന്നും നിന്നേ. എന്തുവാടാ വഴി തടഞ്ഞു നിർത്തിയിട്ട് നിനക്ക് ഇത്ര പറയാനുള്ളത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ ദർശനമേടത്തിന്റെ കൈ കയറി പിടിച്ചത്? നിനക്ക് പെൺപിള്ളാരുടെ അടുത്ത് മാത്രമേ ഊക്ക് കാണിക്കാൻ പറ്റൂ. നീ മാഡത്തിന് പകരം ചോദിക്കാൻ വന്നതാണോ? മാഡത്തിന്റെ കോംബ്രയും പറ്റി വല്ലതാണോ നീ? അതേടാ, അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, വീണ്ടും മടിയോ? കാശി, നിന്ന് അയ്യോ പറയാതെ വാടാ. ജീവൻ ഒറ്റയ്ക്ക് കിടന്നിട്ടാ അവന്മാരിട്ട് കൊടുക്കുന്നത്. ഡാ, നിന്ന് അടി കൊള്ളുവല്ലടാ നീ ജീവ. വാടാ, അവന്മാരെ നമുക്ക് ചമ്മയാണോ? നിനക്കൊന്ന് വീട്ടിൽ പോവാറായില്ലേ? എന്താ ഇവിടെ കാട്ടി കൂട്ടുന്നത്? ഇതിനെല്ലാം കെട്ടിക്കൂട്ടി എന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ, അവിടെ വെച്ചും തരാം എല്ലാത്തിനും. വാട്ട് ഈസ് ദിസ് ജീവ? ഷാനവാസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ മുന്നേ തന്നെ ഒരുപാട് പ്രാവശ്യം വാങ്ങി തന്നതാ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെ? സാർ, ഞാനല്ല, ഇവനാ. ഞാൻ പോകുന്ന വഴിക്ക് എന്നെ തടഞ്ഞു നിർത്തി അടിയുണ്ടാക്കിയത് ജീവനാ. സാർ, ഞാൻ തന്നെ അടിയുണ്ടാക്കിയത്. അതിന് കാരണമുണ്ട്, പക്ഷെ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഒരുത്ത മന്ത്രിയുടെ മോനും മറ്റൊരുത്തി ഈ കോളേജ് ട്രസ്റ്റിന്റെ മകനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരം. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. നിങ്ങൾ പിള്ളേരല്ലേ. ഞാൻ ഈ കോളേജ് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നിങ്ങളെ വെറുതെ വിട്ടത്. പക്ഷേ നിങ്ങൾ താലേ കയറാൻ തുടങ്ങി. ഇനി നിങ്ങളെ വിട്ടുവെച്ചാൽ ശരിയാവില്ല. ഷാനവാസ് ചെയ്തത് ചെറിയ തെറ്റൊന്നല്ല സാർ. കാശിനാഥി, അധികം വിശദീകരിക്കണ്ട. ഇത് കാശിനാഥനും ജീവനും അതുപോലെ തന്നെ വിവേകിനുള്ള എന്റെ സമ്മാനാണ്. വെറും ഒരാഴ്ചത്തേക്കുള്ള സസ്പെൻഷൻ. പിന്നെ ഷാനവാസിന് ഒരു 1 മന്തിനുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചർ കൈ കയറി പിടിച്ച് അപമര്യാദയായിട്ട് പെരുമാറിയതിന്. സാർ, ഐ എം സോറി. ഞാൻ അപ്പൊ തന്നെ മേഡത്തിനോട് സോറി പറഞ്ഞിരുന്നല്ലോ.
ആ സമയത്ത് റഷീദാണ് വന്നിരുന്നു. സർ, Stop it. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ വിശദീകരണം ഗെറ്റ് ഔട്ട്. വീണ്ടും ഒരു സസ്പെൻഷൻ. വാവ്. ഇനി വീട്ടിൽ പോയി ഞാൻ ഒച്ചയുടെ വക ഞാൻ കേൾക്കേണ്ടി വരും. നിനക്ക് എന്തിന്റെ കേടാണ് കേട്ടോ ജീവ? ഞാൻ മേഡത്തിന്റെ കൈ കയറി പിടിച്ച് എന്തിനാ ചോദിക്കാൻ ചെന്നതാ. ആ സമയത്ത് അവൻ എന്നെ കോമ്രയെ പട്ടി എന്ന് വിളിച്ചു. എനിക്കത് സഹിച്ചില്ല. കോമ്രയെ പട്ടി എന്ന് വിളിച്ചതാണോ? വാവ്. എടാ തിണ്ടി, പട്ടി, ചേട്ടൻ, നായെ, എടാ മരയോന്തേ, മരപ്പട്ടി, മരയണ്ണാനെ, മൊയലും കുഞ്ഞ്, എടാ അടിക്കടാ, നീ എന്നെ അടിക്കടാ. ടം ടം കാശി കാണ്ടോൾ. എടാ നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. എടാ എപ്പോഴും നമുക്ക് കിട്ടുന്നല്ലേ ഈ സസ്പെൻഷൻ. അതുപോലെ വീട്ടിൽ നിന്നും കിട്ടാറുണ്ടല്ലോ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാവുന്ന പോലെയാണ് നിന്റെ ഈ പെരുമാറ്റം. വിട്ടേക്കട, അവന് 2 എണ്ണം കൊടുക്കണം ഞാനും വിചാരിച്ചാ. ഇവനായിട്ടൊരു കോമ്രപ്പട്ടിക്ക് അടി കൊടുത്തല്ലോ അമ്മ. എടാ കാശി, ക്ഷമിക്കടാ, സോറി. അപ്പ ദേഷ്യം വന്നപ്പോ അങ്ങനെ ചെയ്തതാ. അപ്പ ദേഷ്യം വന്നപ്പോ ചെയ്തു. നീനടുത്ത് മിണ്ടി പോർത്ത്. എടാ നിനക്ക് മനസ്സിലാവില്ല എന്റെ വികാരം, എന്റെ ദേഷ്യം, എന്റെ വിഷമം. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ നിന്റെ പെങ്ങളുടെ എനിക്ക് കിട്ടുകടാ. നിനക്ക് അതിനൊരു പെണ്ണുണ്ടെങ്കിലേ അറിയുള്ളൂ അതിന്റെ അനുഭവം എന്താണെന്ന്. പെണ്ണോ? അയ്യോ ദർശന, അയ്യോ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ വന്നവളെ എന്നെ കൊന്നുകൊണ്ടിരിക്കുക. ഇതും കൂടി അറിഞ്ഞ. ദർശന കാണുന്നില്ല, മിണ്ടാതങ്ങ് പോവാം. ജീവൻ എങ്ങോട്ട് പോകുന്നു? എനിക്ക് സംസാരിക്കാനുണ്ട്. ഓ പിടിച്ച് കത്തുള്ളേ ദൈവമേ. ആ ദർശു, നീ ഉറങ്ങിയില്ലായിരുന്നു? ടൈം ഒരുപാടായില്ലേ? കോളേജ് വിട്ടിട്ട് ഒരുപാട് നേരമല്ലോ ജീവ. തനിക്ക് മാത്രം എന്താ സ്പെഷ്യൽ ക്ലാസ് വല്ലതും ഉണ്ടായിരുന്നോ? എന്തു പറ്റി മുഖത്തൊക്കെ പാണ്ടും ചുട്ടും? എന്താ കോമ്പ്രയം പറ്റി വല്ലതും മാന്തിയോ? ഇത് പ്രിൻസിപ്പൽ അറിയില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ. ഓ കാശിനാഥെ തെണ്ടി, എന്റെ പെണ്ണോട് വിശദീകരിച്ചു കൊടുത്തില്ല നീ. അവള് വന്ന് ഇവിടെ എല്ലാം പറഞ്ഞു. അത് പിന്നെ ദൈവമേ, കൊലച്ചിരി വല്ലതാണോ അത്? പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ വെറുതെ. നീ ഒരു കോമ്പ്രയം പറ്റിന്ന് വിളിച്ച് നടിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ കൈ കയറി പിടിച്ചേനല്ലേ. താങ്ക്സ്. എന്തായാലും ഇത് ആവർത്തിക്കരുതട്ടോ ഇനി. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലേ? ഞാൻ ശരിക്കും ഒരുപാട് പേടിച്ചു. നീ എന്നെ എന്ത് പറയുന്നു കരുതിട്ട്. അങ്ങനെ അവൻ നിന്നോട് പെരുമാറിയത് എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് പ്രശ്നമൊക്കെയാണ്, എന്നാലും എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. പിന്നെ ഗ്രാൻഡ് പറഞ്ഞ എന്താവുന്ന അറിയാലോ. ഈ സസ്പെൻഷനില് എന്ത് ചെയ്യാനാ എന്റെ പരിപാടി? എന്ത് പരിപാടി? അടിച്ചു പൊളിക്കാം. വേറെ എന്തോന്നാ? ഇവിടെ പാചകം പഠിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം അടിച്ചു പൊളിക്കണം. എന്തായാലും അവർക്ക് 2 പേർക്കും സസ്പെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നീ എന്താ എന്നെ അങ്ങനെ നോക്കുന്നത്? നീ ഇത് എന്തുദ്ദേശിച്ച പറഞ്ഞോണ്ടിരിക്കുന്നേ? നിനക്ക് ഓൾറെഡി 2nd ഇയറിന്റെ പേപ്പേഴ്സ് ഇപ്പോഴും എഴുതിയെടുക്കാനുണ്ട്. 3rd ഇയേഴ്സിന്റെ എക്സാമാ വരുന്നത്. എന്നിട്ട് നീ തെണ്ടി നടക്കാൻ പോവാണ് പറയുന്നേ. ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ ഒരാഴ്ച എന്തോ ചെയ്യാനാ? വേറൊന്നും ചെയ്യണ്ട. 2nd ഇയറിലെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിരിക്കും കോളേജിൽ പോകുന്നതിന് മുമ്പ്. അത് ക്ലിയർ ചെയ്യണം. വന്നു കഴിഞ്ഞാൽ 3rd ഇയറിന്റെ ചാപ്റ്റേഴ്സ് ഓരോന്നായി മനപ്പാടാക്കണം. ഇതുപോലുള്ളൊരു കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. കുട്ടികളുടെ മനസ്സ് പിഞ്ചു മനസ്സാ. അതിലേക്ക് ഇങ്ങനെ പഠിപ്പ് അടിച്ചേൽപ്പിക്കരുത് നീ. പ്ലീസ് ഒരു പരിഗണന. ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ. ഞാൻ അവിടെ ടേബിളിന് മീതെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കിടന്നിറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. വേഗം ഉറങ്ങിക്കോ, നാളെ നേരത്തെ എണീക്കണ്ടേ. എടി, എന്റെ ശാപം പിന്നിലുണ്ടാവോടി. നീ അനുഭവിക്കും, നോക്കിക്കോ. ഞാൻ ഏറ്റു വാങ്ങിക്കോളാം. ജീവ, ഞാൻ പോകുന്നതിന് മുമ്പ് ഇമ്പോസിഷൻ റൈറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ജീവ, റൈറ്റിംഗ് കഴിഞ്ഞെങ്കിൽ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. എനിക്ക് ഇവിടം വരെ കേൾക്കണം. കുറച്ച് ഉറക്കനെ റീഡ് ചെയ്യൂ. The type of drama with development in the 19th century with American is drama with drama is love, drama is history. ജീവൻ, നീ കാട്ടിക്കുത്തുന്ന ഡ്രാമയുടെ എത്രയൊന്നും പഠിക്കാനുണ്ടാവില്ല ജീവൻ. എന്തോ നീ കാണിക്കുന്നേ? ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യം അറിയാലോ. അതിനു മുമ്പ് ഇതെല്ലാം പഠിച്ചു തീർത്തിരിക്കണം. ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും.
ദർശൻ നീ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കരുത്. 5 മണിക്കൊന്നും ഞാൻ ഇതുവരെ എണീറ്റിരുന്ന് പഠിച്ചിട്ടില്ല. അത് എനിക്ക് ഉറക്കം വരുന്നത്. ഞാൻ അവിടെ ഡ്രാമ കളിച്ചൊന്നുമല്ല. ഞാൻ വൈകിട്ട് വരുമ്പോഴേക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് എനിക്കത് കേൾപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇമ്പോഷൻ ആയിരിക്കില്ല. നിന്റെ ബോട്ടൺസിൽ ഞാൻ ചോട്ടുങ്ങ പഠിപ്പിച്ചു വെക്കും. അയ്യേ. ദർശു നോക്ക് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. എന്തായാലും നമുക്ക് അടുത്തത് തുടങ്ങാം. ദർശു എന്ത് വേണം? രാവിലെ തൊട്ട് മെനക്കെട്ടിരുന്നിട്ടാ ഞാൻ ഇത് മുഴുവൻ തീർത്തത്. ഇങ്ങനെ നിനക്ക് എനിക്കൊന്ന് റെസ്റ്റ് തന്നൂടെ? പ്ലീസ് ദർശു, നാളെ പഠിക്കാം. റെസ്റ്റ് വേണ്ട, സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ഇങ്ങനെ പോയാ ഞാൻ ഡോക്ടർ അംബേദ്കർ വരെ വെട്ടിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. കേട്ടല്ലോ ജീവ? Nimda, Dozras tell me. Har tabush crack oikinim bomla. Mohino zuku, lohakwe, unakasta. Min opizra, chukwe, min bahatte. Zaratrama maash pritim rimsa inkinim. Min mahatti chuhor frok namata shvikde. Ta, crack chuhur har. എല്ലാം മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യന് ആൻസർ പറയൂ ജീവ. നിംബ്ര സ്ട്രോസ്ല What nonsense you are talking? നിംബ്ര, ചാള, ഐല, നീ എവിടെ ശ്രദ്ധിച്ചിട്ടായിരിക്കുന്നേ? ചട്ടകം വെക്കരുത്. എനിക്ക് നിന്റെ വാ തുറന്നത് മാത്രമേ അറിയൂ. ബാക്കിയെല്ലാം ബാഹുബലി ഡയലോഗും മാത്രമേ കേട്ടുള്ളൂ. അയ്യോ, എനിക്ക് വയ്യ. ഇനി ഞാൻ പഠിപ്പിക്കാറുന്ന നീ ബാഹുബലി മാത്രല്ല വേറെ വല്ലതും കൊണ്ടുവരും. അതുകൊണ്ട് പോയി ഫ്രഷ് ആയിട്ട് മെയിൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്ക് എന്തായാലും വീട്ടിൽ പോവാൻ നോക്കണ്ടേ? ഇപ്പൊ തന്നെ നേരം വൈകി. ഇന്ന് അവിടെ ആരോ ഗസ്റ്റ് വരുന്നുണ്ടെന്നാ മമ്മ വിളിച്ച പറഞ്ഞത്. ആഹാ, എന്റെ കൊച്ചുമോൻ വന്നല്ലോ. എന്തുവാടാ കോളേജിലെ വിശേഷം? നല്ല പ്രോത്സാഹന സമ്മാനം കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. എന്താ ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ ആയല്ലേ? പതിവ് നീ തെറ്റിച്ചില്ല. ഗ്രാൻഡ്പാ, ജീവ അങ്ങനെ പ്രശ്നത്തിനൊന്നും പോവാറില്ല. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ജീവ ഒരു പ്രശ്നത്തിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ ഷാനവാസ്, അവന്റെ കയ്യിലിരിപ്പുണ്ടാ അവന് ജീവയുടെ നിന്ന് കിട്ടിയത്. ദർശമോളെ വേണ്ട, അവനെ സപ്പോർട്ട് ചെയ്യണ്ട. അവൻ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനത്തെ ഒരു കുരുത്തക്കേട് മേടിച്ച് അവിടുന്ന് പ്രോത്സാഹന സമ്മാനം മേടിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങൾക്ക് അറിയില്ലേ അവന്റെ സ്വഭാവം. ഓ, ഇതാണല്ലേ ജീവൻ. ഹായ് ജീവൻ, ഞാൻ ഋഷി. നൈസ് ടു മീറ്റ് യു. ഋഷിയോ? എവിടെയോ കേട്ട് മറന്ന്. ഇങ്ങേരെന്താ ഇവിടെ? ജീവമോനെ മനസ്സിലായി കാണില്ല അല്ലേ? ഇത് സാഷന്റിയുടെ മോനാ, സഹദേവേട്ടന്റെ സഹോദരിയല്ലേ? എടുത്തി, ഞാൻ പറയാം, ഞാൻ സാക്ഷി, ഋഷിയുടെ അമ്മയാട്ടോ. അതുപോലെ തന്നെ സഹദേവേട്ടൻ്റെ ഒരേ ഒരു സിസ്റ്ററും. ഞാൻ ജീവനെ ചെറുപ്പത്തിലെ കണ്ടത്. ഒരുപാട് വളർന്ന് നല്ല ഹാൻസം ബോയ് ആയല്ലോ. താങ്ക് യു ആന്റി. ആന്റിയും നല്ല സുന്ദരിയാട്ടോ. ദൈവമേ, ഇന്നത്തെ ദിവസം മുതൽ എന്റെ ചെവിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഇതിനു മുന്നേ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതായിരുന്നു മോളുടെ കല്യാണക്കാരെ അറിഞ്ഞപ്പോ. പക്ഷെ എന്താ ചെയ്യാ, ഇവൾക്ക് ഭയങ്കര വിഷമായി. ദർശമോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമാളാക്കണമെന്നായിരുന്നു ആഗ്രഹം. യോഗം വേണ്ടേ? അല്ല, അളിയന്റെ മരുമോനെ കണ്ടില്ലല്ലോ. അവൻ ഇവിടെ ഇല്ല. അവരങ്ങ് UK-ലാ, അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മിണ്ടാതിരിക്കടി. എന്തോ ഞാൻ പറയണ്ടേ? എന്റെ മോളുടെ ഇക്കട്ടും 3 വയസ്സിന് താഴെ എന്റെ മരുമോൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയണോ? ആണോടി? പിന്നെ 6 മാസം കൂടെ ഉള്ളൂ ഞാൻ ഈ ബന്ധത്തിന്, മറക്കണ്ട. ഋഷിമോൻ അവിടെ നല്ല ജോലി ആയിരുന്നല്ലേ? അതും പോരാഞ്ഞ അവിടുത്തെ ബിസിനസ് ഒക്കെ മോനല്ലേ നോക്കി നടത്തിയിരുന്നേ. പെട്ടെന്ന് എന്താ നാട്ടിലേക്ക് പോകുന്നത്? ഇനി അങ്ങോട്ട് തിരിച്ചു പോണില്ലെന്നാണോ? എന്ത് പറയാനാങ്കിളെ, ദർശമോൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇവന്റെ കാലം അവിടെ താഴ്ത്തുറക്കണ്ടേ? അവൻ അവിടെ വേണ്ട. അവിടുന്ന് ആ ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് ഒക്കെ അച്ഛന്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് അവൻ ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്തത്. അത് കിട്ടിയപ്പോ അവന്റെ സന്തോഷം കാണണമായിരുന്നു. ഓടി പിടിച്ചങ്ങ് പോരും ചെയ്തു. ഒന്ന് പോമേ. സത്യം പറഞ്ഞ ഗ്രാൻഡ്പ, ദർശമില്ലാതെ എനിക്ക് അവിടെ നിൽക്കാനേ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അത് അവളുടെ പിന്നാലെ അങ്ങ് പോന്നേ. ഇവന്റെ വർത്തമാനം കേട്ട് തോന്നല്ലോ ഇവന്റെ കാലം കൊണ്ട് അവൾ ഇങ്ങോട്ട് പോകുന്ന അവൻ അവിടെ നിൽക്കാൻ പറ്റായകാന്ന്. ഈ പോക്കാ പോകുന്നെങ്കിൽ
ഇവന് ശരിക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർക്കും ഞാൻ. വർത്താനം പറഞ്ഞിരുന്നാ മതിയോ? ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? ഡിന്നറിന്റെ ടൈമൊക്കെ കഴിഞ്ഞിരിക്കണം. എല്ലാരും വരും, ഞാൻ എടുത്തു വെക്കാം. കഴിച്ചിട്ടേ ആവാം ഈ ബാക്കിയുള്ള സംസാരം. അച്ഛാ, ഏട്ടത്തി, നിങ്ങൾ എല്ലാവരും ചെല്ല്. ഞാൻ അപ്പയ്ക്കും ദർശനോടും പ്രീതിയോടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ഒരുമിച്ച്. എന്താ പറയാനുള്ളത്? എല്ലാരും വിളിച്ച് പറഞ്ഞു. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് പറയാൻ പറ്റാത്തോണ്ടാ നിങ്ങൾ രണ്ടാളും ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? നിന്റെ ഈ അമ്മ കയ്യും കാലും പിടിച്ച് ചാവെന്ന് പറഞ്ഞപ്പോഴാ ഈ വിവാഹത്തിന് ഞാനും നീയും സമ്മതിച്ചത്. പിന്നെ എന്റെ പൊന്നുമോൾക്ക് എന്താ ഒരു ചെറിയ മനംമാറ്റം? അവനോട് ഇത്ര സിമ്പതിയാണോ അതോ വേറെ വലുതാണോ നിനക്ക്? ഈ കാര്യത്തിനായിട്ടോ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നേ? അവര് തമ്മില് ഭാര്യയും ഭർത്താവും എന്നുള്ളതിനെക്കാട്ടും ബന്ധുക്കളെന്നൊരു മുൻഗണനയും കൂടി ഉണ്ട് അതില്. കാരണം എന്റെ ഏട്ടന്റെ മകനല്ലേ അവൻ. എന്റെ മോളുടെ ഓരോ നോട്ടത്തിന്റെയും വാക്കിന്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് അറിയാം പ്രീതി. അതുകൊണ്ട് നീ അധികം പറയാൻ നിൽക്കണ്ട. പിന്നെ എന്റെ മോൾക്ക് തെറ്റായ ചിന്ത എന്തെങ്കിലും വന്നാ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും പ്രീതി. അളിയ, ഒച്ച കുറുക്ക് അളിയ. വീട്ടിലെല്ലാവരും ഉള്ളതല്ലേ? എനിക്കറിയാം അളിയന്റെ മനസ്സിൽ എന്താണെന്ന്. എന്റെ മോനും ദർശമോളും എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എന്തിനളിയ കള്ളം പറയുന്നത്? അളിയന്റെ മോളില് ഇപ്പൊ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്റെ മോളല്ലേ. അവളെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ അവൻ മാറി തുടങ്ങിയത്. അങ്ങനെ അവൻ മാറണമെങ്കിൽ അവന്റെ മനസ്സിൽ അവളോട് എന്തെങ്കിലും വേണ്ടേ? ഇല്ലെന്ന് അളിയന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ മോൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ എനിക്കറിയാം അളിയ. അളിയൻ പേടിക്കണ്ട. അളിയൻ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. ദർശനമോളെ അളിയൻ്റെ മകളായി തന്നെ ഞാൻ തിരിച്ചു തരും. എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ട് അളിയ. ഞാൻ എൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കണം. അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്നേ ഞാനും എൻ്റെ പ്രീതമോളെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അമ്മയില്ലാതെ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ നോക്കിയത്. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും അമ്മയില്ലാത്ത മക്കളെ നോക്കാൻ ഒരച്ഛന് ബുദ്ധിമുട്ടല്ലേ? എന്നിട്ടും മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ എന്നെ എൻ്റെ അനിയത്തിനെ ഇവിടെ വരെ എത്തിച്ചത് ഞങ്ങളുടെ അച്ഛനാ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാ എല്ലാ കള്ളങ്ങളും പറഞ്ഞ് എൻ്റെ മോനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. അറിയാം അളിയ, നിങ്ങളുടെ അച്ഛനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ബിസിനസ് കാര്യത്തിൽ അദ്ദേഹം എൻ്റെ റോൾ മോഡൽ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ പണം വേണ്ട. അദ്ദേഹം ജീവനോടെയും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയെന്ന് നിങ്ങൾ കരുതുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ മോൻ അതെനിക്ക് ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അളിയന് വിഷമമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത് വിടളിയ പോട്ടെ. അവിടെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഡിന്നർ ഇനിയും കഴിക്കാൻ വൈകിയ അത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം മാറും. അയ്യോ 12 മണിയായി. ആഹാ, 12 മണിയായോ? അപ്പൊ ഡിന്നർ ടൈം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് സമയമായിന്ന് വിചാരിക്കാം. പിറ്റേ ദിവസം ആയില്ലേ? ജീവ, കം ഹിയർ. മാം, എന്താ മാം? എന്താ ജീവൻ ഇത്? തന്റെ എക്സാമിന്റെ റിസൾട്ടാ? ഇതാ നോക്കിക്കോ. വെൽഡൻ. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് തനിക്ക്. ഇതുപോലെ തന്നെ ഇനി പഠിക്കണം കേട്ടോ. ഉഴപ്പാൻ നിൽക്കരുത്. മാഡം എന്നെ പേടിപ്പിച്ചു. കുഴപ്പമില്ല മാഡം, ഉറപ്പ്. അയ്യേ, ഇവനെന്താടാ മേഡത്തിന്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചി വർത്താനം പറയുന്നത്? ഞാനും ഒരു മാസം ഇല്ലാത്തതിന്റെ ഇടയ്ക്ക് ഇവരെങ്ങനെ സെറ്റായോ? അല്ല, ഇവനിങ്ങനെ ഇത്ര ഇമ്പ്രൂവ്മെന്റ് ആയ പഠിത്തത്തില്? മേഡം ഇവനും തമ്മിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ മേഡത്തിന്റെ അടുത്ത്. പിന്നെ ഇവനായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ലെങ്കിലും ആ പുതിയതായിട്ട് വന്ന സാറില്ലേ ഋഷി, അങ്ങേരായിട്ട് ഇവർക്ക് എന്തോ ഉണ്ട്. ആഹാ, അങ്ങനെയാണോ? ഞാനിവരുടെ കൈ കയറി കിടിച്ചപ്പോ അയാൾക്കൊന്ന് ഇളകിയത് ഞാൻ കണ്ടതാ. പക്ഷെ കൂട്ടത്തിൽ ഇവനൊരു ഇളക്കം ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് മുളയെങ്കിൽ ഞാനും ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. എന്റെ പൊന്നു ഷാനവാസ്, ശ്രമിച്ചു നോക്കുന്നൊക്കെ നന്ന്. പക്ഷെ ഇപ്പോഴത്തെ സസ്പെൻഷൻ പോലെ ആവില്ല. ഡിസ്മിസിലായിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. ദർശന, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? തന്റെ എക്സാം പേപ്പർ നോക്കലേ ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേടോ? ഹാ, കഴിഞ്ഞല്ലേ സി. ഈ എക്സാം പേപ്പർ നോക്കും തോറും ഫുള്ള് കോമഡിയാ. പകുതിയൊക്കെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പകുതി കൂടി നോക്കാനേ ഉള്ളൂ. പക്ഷേ
അതിൽ മുഴുവൻ ഞാൻ പോലും അറിയാത്ത ഒരുപാട് അറിവുകൾ എനിക്ക് പകർന്നു തരുന്നുണ്ടെന്ന്. എൻ്റെ പേപ്പറിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനും പകുതിയൊക്കെ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. നമ്മള് ചക്ക എന്ന് പറഞ്ഞ പിള്ളേര് മാങ്ങാൻ ഏറ്റി വെക്കും. അത് പണ്ട് മുതലേ ഉള്ളതാണല്ലോ ടീച്ചറെ. ലിസ, ദർശന അങ്ങനെ വിളിച്ചാൽ മതി. ഇടയ്ക്ക് മാറിപ്പോകുന്നത് ദർശന, സോറി. അല്ല, ഋഷി സാറ് വന്നില്ലേ? എന്താണ് ലിസ മേഡം, ഋഷി എന്ന് മാത്രമേ ഉള്ളല്ലോ. എന്നാണ് എന്റെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുന്നേ? പോ ദർശന. എടി, നീ വലത് കാലിച്ച് കയറുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറാടി. എത്ര കാലായി എനിക്ക് മൂത്ത് നിറച്ചു തുടങ്ങിട്ടാ. ദേ ഇവളുടെ അടക്കം. ഋഷി, എന്താ? അയ്യേ, ഉണക്കൊരു ചിരി. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി നിനക്ക് മര്യാദയ്ക്ക് വിളിച്ചപ്പോരെ? എന്തോ ഒരു കാര്യം. എന്റെ പൊന്ന് ഋഷി, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാണ്ടോ പന്നി. എടാ, എന്തോടാ പറയാം? ദർശിക്കൊല്ലടി, അറിയാതെ പറയാൻ പോയതാടി. അറിയാതെ പറയാൻ പറ്റിയ കാര്യം ഇപ്പൊ എല്ലാരും അറിഞ്ഞേനെ. എന്റെ കല്യാണം കഴിഞ്ഞത്. ഇവിടെ വാടി, എന്നോട് ക്ഷമിക്ക്. നീ എന്തിനാ തോളിപ്പിച്ച് വെക്കുന്നേ? അത് പിന്നെ കല്യാണം. ഓക്കെ, ഒന്നും പറയണ്ട. ഇത് കഴിച്ച നീ, നിനക്ക് വിശക്കുന്നുണ്ടാവും. കഴിക്കാൻ ഇതും കൂടി. അവിടെ നടക്കുന്നതും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. വിവേക് ദേഷ്യപ്പെടുത്തുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവനെന്തിടെ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ആ, നീ ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ജീവിക്കും മേഡത്തിന്റെ അടുത്ത് എന്തോ ഒരു ഇതില്ലേ? അയ്യടാ, മേഡത്തിനോട് കുന്തം. എടാ, നീയൊക്കെ പഠിച്ച പാസ്സാവാനുള്ള വഴി നോക്ക്, എന്നെ നിരീക്ഷിച്ചിരിക്കാതെ. എടാ പൊന്നു ജീവ, ചൂടാവാതെടാ. കുറച്ചു നാളായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, മേഡത്തിനെ കാണുമ്പോൾ നിനക്കൊരു ഇളക്കം. അയ്യോ, കൊഞ്ചലും കുഴയലും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും തോന്നി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിനക്ക് തോന്നുകൂടാ. ആദ്യം മുതലേ പോയിരുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതി പഠിക്കും, അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരത്തില്ല കേട്ടോ. അല്ല പിന്നെ അവൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇവൻ്റെ തെങ്ങോട്ടേയും കൂടുതൽ എന്റെ കാര്യത്തേക്ക് വാടാ. അവന് മേഡത്തോടെ ഒന്നും ഉണ്ടാവില്ല. എടാ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ നിന്റെ ഒരു തുറപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്നെ മേഡമായിട്ടൊന്ന് സെറ്റാക്കി തരാന്ന്. സെറ്റാക്കി തരാടാ. നീ ജിയുടെ കാര്യമാണ് പറഞ്ഞേ. ആ, അവളെന്നെ തൂക്കിയിട്ട് തെറിയാൻ ചോദിക്കാൻ നിന്ന. ജിയുടെ മനസ്സിലെന്താന്ന് ജിയോട് ചോദിച്ചറിയാം. നീ തന്നെ ചോദിക്കണം. നീ ചോദിച്ചില്ലെങ്കിൽ ആ സെക്കൻഡ് ഇയറിലെ കൊച്ചു നിനക്ക് ലവ് ലെറ്റർ തന്ന കാര്യം ഞാൻ ജിയെ വിളിച്ച് പറയും. ഓ സാമദ്രോഹി, പറയില്ലടാ. ഞാൻ ചോദിക്കും അവളെടുത്ത്. എന്നെ ഒന്ന് വിടുന്നുണ്ടോ? എന്തിനാ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? കുറെ നേരമായല്ലോ വന്നിട്ട്. എന്റെ മോളേസിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുന്നു. കുറച്ചൊരു നിൽക്ക. അയ്യോ, ഒന്ന് വിടുന്നുണ്ടോ? ഇത്ര നാളായിട്ട് ഞാൻ വിളിച്ചിട്ട് എന്നെ കാണാൻ വരാൻ പറ്റിയിട്ടില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എന്താ എന്നെ കാണാൻ വിളിച്ചത്? അതിന്റെ കാര്യം പറ. ഈ കിന്നരിക്കുന്ന എന്തിനാ? കിന്നരിക്കിന്റെ കാര്യം നീ പറയണത്. നിന്റെ ഏട്ടനെപ്പം കിന്നെ കുറച്ച് കിന്നാരം കൂടുതല്. ഞങ്ങളുടെ പുതിയ മേഡത്തിനോട് കിന്നരിച്ച് അവൻ സംസാരിക്കുന്നത്. അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മേഡത്തിനോട് ആദ്യം അവന് ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പൊ അവന്റെ നോട്ടും ഭാവനും തീരെ ശരിയല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിവേകിന് മേഡത്തിന് ഒരുപാട് ഇഷ്ടമാണ്. ഓഹോ, അപ്പൊ അതിനാണ് വിളിച്ചത്. അവന്റെ കാര്യം അറിയാൻ വിളിച്ചതാ, അല്ലാതെ എന്നെ കാണാൻ ആഗ്രഹം കൊണ്ടല്ല. ഞാൻ പോണു. അയ്യോ, മഴയൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ പോവാ. ജിയ നിക്കടി, ഞാനെന്ത് പറയട്ടെ? ജിയ ജിയ എനിക്കൊന്നും കേക്കണ്ട. ഇങ്ങേര് നിന്ന് റൊമാൻസ് പ്രതീക്ഷിച്ച എന്നെ വേണം പറയാൻ. നിങ്ങൾ എന്റെ ഏട്ടനെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി, ഇനി എന്റെ മുന്നിലേക്ക് വരരുത്. ജിയ നിക്കടി. എവിടെ എവിടേക്ക് ഓടുന്നേ? ഇങ്ങോട്ട് പോ. ഞാനൊന്ന് പറയട്ടെ ജിയ, എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല എന്നിട്ടാണോ? പക്ഷെ നിന്റെ പഠിപ്പ് അതെനിക്ക് അത്ര ഇമ്പോർട്ടൻ്റാ. പിന്നെ നമ്മള് ഒരുപാടങ്ങ് മുതലെടുക്കാൻ പാടില്ലല്ലോ. ഒരുപാട് നാളായി തനിയെ കണ്ടിട്ട്. ഇപ്പൊ തനിയെ കണ്ടപ്പോഴോ ഏട്ടന്റെ കാര്യം സംസാരിക്കുന്നു. ഓക്കെ, സോറി. ഐ ലവ് യു സോ മച്ച്. എന്റെ ബോൾ ബാസ്കറ്റിൽ തന്നെ വീണു. നിന്റെയോ? വീണില്ലല്ലോ. നല്ല മഴയല്ലേ, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? അതിനെന്താ, ഞാൻ റെഡി. ഒരു ചെറിയുന്ന മഴയിൽ എൻ്റെ ദർശുവിൻ്റെ അരയിലൂടെ കൈകളിട്ട് മുറുക്കി പിടിച്ച് നിന്റെ കൈകൾ എൻ്റെ കൈ കൊണ്ട് കോർത്തണച്ച് കണ്ണിലിൽ കണ്ണു നോക്കി
അയ്യേ, എങ്ങനെ ഞാൻ ഇനി അവന്റെ മുഖത്ത് നോക്കും? ഛെ. ഒന്നോ ഉറക്കം വരുന്നില്ല, എനിക്ക് നാണം വരുന്നു. ഓ മൈ ദർശന ബേബി, ഐ ലവ് യു. എന്റെ സ്പ്രൈറ്റ് എവിടെ? ആ കിട്ടി. ഓ 2-3 ദിവസമായിട്ട് സ്പോർട്സിന്റെ തിരക്കല്ലേ, നാളത്തെ കൂടി കഴിഞ്ഞാൽ സ്പോർട്സ് കഴിയല്ലോ. ദർശന ദർശന ദർശു, ഇവിടെ ചെയ്തോത്ത ഡി ദർശു, എന്താടാ? നീ ഇത് ഏത് ലോകത്തിന്റെ കൊച്ചേ? ഞാൻ കുറെ നേരം നിന്നെ വിളിക്കുന്നു. ദർശു, നിന്റെ ക്ലാസ് റൂമിലെ നിന്റെ സ്റ്റുഡൻസിനെ ആരെങ്കിലും വിളിച്ചിട്ട് സ്പോർട്സിന് കുറച്ച് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ഗ്രൗണ്ടിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ. എനിക്ക് ആ പ്രിൻസിപ്പലിന്റെ അടുത്തൊന്ന് പോകണമായിരുന്നു. ആ, ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ക്ലാസ് റൂമിലേക്ക് എടുത്തു വെക്കാൻ പറയാം. ഞാൻ പോട്ടെ എന്നാ, ബൈ. എടി ഗ്രൗണ്ടിലല്ല, എടി ക്ലാസ് റൂമിൽ ഗ്രൗണ്ടിൽ കൂടെ പോയാ. ഇവളെന്താ നിലാവത്ത് അയച്ചു വിട്ട കോഴിയെപ്പോലെ നടക്കുന്നേ? ചെറുതടുത്ത് പിള്ളേരെക്കാട്ടും കഷ്ടം അവള്. ഗ്രൗണ്ടിൽ പോയി അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ചെയ്യേ. പ്ലാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. മേഡം വരുമ്പോ കേശവ വിളിച്ച് സംസാരിക്കും, അതിനിടയ്ക്ക് ഞാൻ വന്ന് ഓടി വന്ന് മേഡത്തിന് തട്ടാം. അപ്പൊ തന്നെ നീ ഓടി വന്ന് മേഡത്തിന് പിടിക്കണം, കേട്ടോ വിവേകേ? അല്ല, ജീവൻ എവിടെ? ജീവനെ രാവിലെ തൊട്ട് ജീവനില്ലാത്തൊരു നടത്തം നടക്കുന്നുണ്ട്. എന്തോ പോയി അണ്ണാൻ്റെ നീ, ആർക്കറിയാം, എന്തോ കുഴപ്പമുണ്ടോ നമ്മളറിയാതെ. എന്തായാലും ഈ പ്ലാൻ എന്തായാലും നടക്കട്ടെ. നടക്കില്ലേ? മേഡം വിടുന്നു, ഞാൻ പിടിക്കുന്നു. പിടിക്കുന്നൊക്കെ കൊള്ളാം, അസ്ഥാനത്തെ ഞാനും കയറി പിടിച്ച മോന്റെ കാരണം പൊട്ടിക്കും മേഡം. ഡാടാ ഡാ ഓടിക്കടാ, മേഡം വരുന്നുണ്ട്. ദർശന മേഡം, 1 മിനിറ്റ്. ആ, എന്താ കാശി? ഓടാ ഓടാ ഓടാ. ദർശു, എന്തോ നടത്, ഞാൻ പിടിച്ചില്ല. ഇവനിത് എവിടുന്ന് കേറി വന്ന്. എന്തായാലും പിടിക്കേണ്ട ആൾക്കാർ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. സോറി. സാൻഡ്വിച്ച് പോരുന്ന പോലെ കിടന്നായിരുന്നു ഒന്നിന്റെ മീത ഒന്നായിട്ട്. ഇപ്പൊ പോകുന്ന പോക്ക് കണ്ടില്ലേ, കടപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലേ രണ്ടാൾക്കും. കാശി, നീ എന്നോട് പറഞ്ഞു എന്തോ പോയി അമ്മാൻ തന്തിയാവാൻ നടക്കുന്നു. ഇപ്പൊ അവൻ എങ്ങനെ കേറി വന്നത് ഇവിടേക്ക്? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നതെന്ന്. എനിക്കറിയോ എങ്ങനെ വന്നതെന്ന്. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാം. മേഡം സ്പോർട്സ് ഗ്രൗണ്ടിന്റെ അവിടേക്കാ പോകുന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. പതിയെ വേടാ, മേഡം നീ കണ്ടുപിടിക്കൂട്ടോ പിന്നാലെ പോയിക്കഴിഞ്ഞ. എടാ വേഗം വേടാ. ഞാൻ വരുന്നടാ, നീ ഓടാതെ. മന്ദം മന്ദം നടക്കുന്ന ഇതുവരെ കല്യാണപ്പെടണോ? വേഗം വേടാ. ഇന്നത്തെ ദിവസം മുഴുവൻ കഴിയാറേ, ഇതുവരെയായിട്ട് ഒന്നും നടന്നില്ല. നിങ്ങളുടെയൊക്കെ എന്ത് തൊട്ടി പ്ലാനാടാ, എന്നെ കൊണ്ട് വയ്യ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ. നിനക്ക് പ്ലാൻ ഉണ്ടാക്കി പ്ലാനിട്ടെങ്കിൽ എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. അയ്യോ പെരുക്ക ചെയ്യുന്നത്. എടാ, ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് പെരുമാറാൻ കൂടെ അറിയണം. മാഡം വീഴാൻ മുമ്പ് നീ പോയി പിടിക്കണം. അവൻ വന്ന് പിടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം. നെക്സ്റ്റ് പ്ലാൻ എന്താ? അവന്റെ അമ്മൂമ്മയുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ മിണ്ടിപ്പോകരുത്. നീ ഇവിടെ നീ എങ്ങാനും ഇനി വാ തുറന്ന പാതാളത്തിൽ ഞാൻ ചവിട്ടി താഴ്ത്തു. ഇന്നത്തെ സ്പോർട്സ് ഡേ ഫുള്ളും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി നടന്നു. പണിയെടുത്തത് കൂടെ നമ്മള്, എന്നാ അതിന്റെ പ്രതിഫലം മുഴുവൻ കിട്ടിയത് അവനും. ഇനിയിപ്പോ ഒന്നും ക്ലാസ് റൂമിൽ എടുക്കാനില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വരണ്ടായിരുന്നില്ല. ഇതെന്തൊക്കെ പേപ്പേഴ്സ്? ഇനി പോവാ, വയ്യാതെയായാലോ. ഓ ഗോഡ്. നീ എന്താ ഇവിടെ? ഞാനിവിടെ ശബ്ദം കേട്ടപ്പോ വന്നതാ. അതെന്താ ശബ്ദം? ഓ ഗോഡ്, പുറത്ത് നേരെ വാതിൽ ലോക്ക് ചെയ്തു. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാനോ? എന്റെ കയ്യില് കീയില്ല തുറക്കാൻ. പിന്നെ ഞാനിപ്പോ കീയും കൊണ്ടാണ് വന്നത്. നിന്റെ കയ്യില് ഫോണില്ലേ? നീ ആരെങ്കിലും വിളിക്കേ. എന്റെ ഫോൺ സ്റ്റാഫ് റൂമിലാ. എന്റെ കയ്യിലും ഫോണില്ല. എന്റെ ബാഗ് ക്ലാസ് റൂമിന്റെ പുറത്തായിരിക്കുന്ന ബാഗിന്റെ ഉള്ളിലായി പോയി ഫോണ്. അയ്യോ, നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. വിടണെന്നെ. തൊട്ട് തലോട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. പറയുന്ന കേട്ടത്തോന്നും ഒന്നും നടക്കാത്ത പോലെ. രാത്രി ഓ, ഞാനൊന്നും പറയില്ല, നോക്കി പഠിപ്പിക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം.
ഓ ഗോഡ്, പല്ലി. പള്ളി, oh no. Save me. ജീവ പ്ലീസ് ജീവ താഴെ ഇറക്കല്ലേ. കണ്ടില്ലേ സാർ, ഇവിടെ നടക്കുന്നതല്ല. വാട്ട് ഈസ് നോൺസെൻസ്? സാറ് കണ്ടില്ലേ ഇപ്പൊ ഇവിടെ നിന്ന് നടന്നതെന്നുള്ളത്? ഞാൻ പറയുമ്പോ സാറ് വിശ്വസിച്ചില്ലല്ലോ. സാറിന്റെ കണ്ണിന് നേരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനവാസേ, എരിയുന്ന തീയിൽ എണ്ണകറി ഒഴിക്കരുത്. നീയല്ലേ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ട് പോയത്? ഉടുക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നാടൻ കളിക്കുന്നുണ്ടല്ലേ. ഞാൻ എന്ത് കളി കളിച്ചെന്നാ? പുറത്തുനിന്ന് വാതിൽ ഞാൻ പൂട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞാൻ പശ വെച്ചൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ചതല്ലേ. അതിന് നീ എന്താ പറയുന്നത്? എന്തായാലും വളരെ മോശം. ടീച്ചറും സ്റ്റുഡൻ്റായിട്ട് അവിഹിതം. ഈ കോളേജിന്റെ റെപ്യൂട്ടേഷൻ തന്നെ നഷ്ടമായി. അനാവശ്യം പറയുന്നോടാ. ഇത് ഞങ്ങളുടെ കോളേജാ. ജീവ വിട്, വിട. ജീവ, നീ മാത്രല്ലേ ഈ കോളേജിലെ സ്റ്റുഡന്റ്. ഇത് കോളേജ് നിന്റെ ആയിരിക്കും. പക്ഷെ ഇവിടെ പഠിക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുറെ കുട്ടികളുണ്ട്, അതുപോലെ ടീച്ചേഴ്സും. ദർശന മേഡത്തെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല. ജീവൻ, നീ കാട്ടിക്കൂട്ടിയതിനാ അവര് ഈ പറയുന്നത്. നീ ഒറ്റൊരാള് കാരണം ഇപ്പൊ നമ്മുടെ കോളേജിന് മോനക്കേടാ. ദർശന മേഡത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ. കുട്ടികളുടെ മുന്നില് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു മേഡത്തിന്. മേഡത്തിനോട് ഞാൻ മുന്നേ ട്രൈ ചെയ്തതല്ലേ. ഷാനവാസേ, ജീവൻ, വാട്ട് ആർ യു ഡൂയിങ്? സാർ ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും സാർ നല്ലത്. ഷാനവാസേ, നീ കിടന്ന് തിളച്ച് തുള്ളുന്നതേ നിന്റെ ഉപ്പ മന്ത്രിസ്ഥാനത്തിരിക്കുന്നോണ്ടല്ലേ. അത് ഞങ്ങള് തന്ന ഔദാര്യടാ. എന്റെ ഗ്രാൻഡ് പ ചന്ദ്രശേഖര വർമ്മ വിചാരിച്ചുകൊണ്ടാണ് നിന്റെ പാപ്പ അവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ വിചാരിച്ച് തന്നെ അയാളെ വലിച്ച് താഴെ ഇടാനും പറ്റും. എന്റെ നേരെ നീ വിരൽ ചൂണ്ടി സംസാരിക്കുന്നോടാ. പിന്നെ ദർശനയുടെ നേരെ നിന്റെ കണ്ണും കൈയും നീ പോയാ അവസാനിപ്പിക്കും ഞാൻ നിന്നെ. എന്റെ പെണ്ണവള്, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യ. ഇനി നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കില്ല. ദർശു, അവിടെ അവന്റെ ഭാര്യയോ? എഴുന്നേക്കടാ. ഓ പാവൻ ചെറുക്കൻ, വല്ലാത്തൊരു ട്വിസ്റ്റായി പോയി. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഉറങ്ങാണെന്നേ തോന്നും. ചക്ക വെട്ടിയിട്ട പോലെ ബോധം പോയത്. വിവേകേ, എന്താ ജീവൻ നീ അവിടെ വിളിച്ച് പറഞ്ഞത്? 2 മാസമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതൊന്നും നോക്കാതെ എല്ലാവരും മുന്നിൽ എല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുന്നു. വാട്ട് യു മീൻ ദർശു? നമ്മുടെ തമ്മിലുള്ള ബന്ധം 2 മാസം കൊണ്ട് തീരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോ നമ്മുടെ ഇടയിൽ അന്ന് സംഭവിച്ചത് എന്താ? നമുക്കിടയിൽ അന്ന് എന്താ സംഭവിച്ചെന്നാ നീ പറയുന്നത്? ജസ്റ്റ് ഫോർ കിസ്, ജസ്റ്റ് എ ആക്സിഡന്റ്, നത്തിങ്. അത് നിനക്ക് അത്ര കാര്യമില്ലാത്തതാണോ? ബട്ട് ദർശു, ഐ ലവ് യു. വാട്ട് ആർ യു ടോക്കിംഗ് ജീവൻ? നീ തന്നെയാണ് എന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തമ്മിൽ ചേരില്ലെന്ന്. നീ എന്നെക്കാട്ടും ചെറുതാണ്, അതും മറന്നുപോയോ? നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് ജസ്റ്റ് ഒരു അഗ്രിമെന്റ് ആണ്, ഗ്രാൻഡ്പയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല. ഐ ഡോണ്ട് ലവ് യു. ഐ വിൽ നെവർ ലവ് യു.